നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെറ്റിക്ക് ഇങ്ങനെ ചുഴന്ന് കുത്തിയിട്ട് ചില സമയത്ത് പൊട്ടുന്ന പോലെയുള്ള വേദന വരും. കുറിനെറ്റിക്കാണ് വേദന വരണത്. അപ്പം ഈ കുറിനെറ്റിക്ക് വേദന വരുമ്പോൾ കാത് ഊതിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ കിടന്നു പോകും. ചില സമയത്ത് തല ഒരുതരം പാറ്റണ പോലെ തോന്നാം. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ശരീരത്തിലെ ഒരു കല്ല് പോലെയാ. ശരീരത്തിലൊരു ഇപ്പം നമ്മൾ ചെവിക്കല്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിലെ കഠിനമായ ഒരു വസ്തു അതിന് നീർക്കെട്ടലും വീഴ്ചയും ആണ് സംഭവിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ കല്ല് പോലത്തെ കഠിനമായ എല്ലാ വസ്തുക്കളെയും ശരീരത്തിന് ആവശ്യമില്ലാത്തതും രോഗം കാരണം ഉണ്ടായതുമായിട്ടുള്ള കഠിന പദാർത്ഥങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് കർത്താവേക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന. മക്കളെ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ നവീൻ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. 20 വർഷമായി മക്കളില്ലാത്തവർക്ക് ഒരു മരുന്നുമില്ലാതെ അമ്മ തന്നെ നേരിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന അമ്മ സന്നിധാനത്തിലാണ്, അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയും, നിങ്ങളുടെ ഫയലിൽ നിന്ന് നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. ഇനി മക്കൾ ഉണ്ടാവത്തില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പോലും നിങ്ങൾ പറയരുത്. കൃപാസനത്തിൽ വരുമ്പോൾ ഒന്നും നിങ്ങൾ പറയരുത്. കാര്യം ഇതെല്ലാം രണ്ടാമത് തുടങ്ങാൻ അമ്മയ്ക്ക് കഴിയും. എല്ലാം രണ്ടാമത് തുടങ്ങാൻ ഏത് വിഷയത്തെ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത് നിർത്തിയ വിഷയങ്ങളാണ്. പരിശുദ്ധ അമ്മ ആ ഫയൽ എടുക്കാൻ പറഞ്ഞാൽ അത് രണ്ടാമത് എടുക്കും. അതുകൊണ്ട് എന്തും നിങ്ങൾക്കിപ്പോൾ കർത്താവ് ദിവ്യകാരുണ്യം ജ്വലിച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയാം. ജോലിയായാലും രോഗമായാലും കടമായാലും. എന്നെ പുറത്ത് നിൽക്കുന്നവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഗേറ്റിന് പുറത്ത് നിൽക്കുന്നവരുമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധ അമ്മ വഴി നമ്മൾ ഈശോനോട് പറയണ ചില കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. കാലത്തിൻ്റെ മേലെ അമ്മയ്ക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചാൽ ഒന്നും കാലഹരണപ്പെടത്തില്ല. അതുകൊണ്ടാണ് 45 കൊല്ലം ഭാഗോടമ്പടി നടക്കാത്തൊക്കെ ഉടമ്പടി നടക്കുമ്പോൾ ഭാഗോടമ്പടിയാകും. 75 കൊല്ലം വഴിയില്ലാത്ത സ്ഥലത്ത് ഉടമ്പടി കെട്ടുമ്പോൾ വഴി വെട്ടി വരും. ഇപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവരെ, നെഞ്ച് പൊടിയുന്നവരെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കഞ്ചാവായിരിക്കാം, ചിലപ്പോൾ അവിടെ പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയ അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ മൊബൈൽ പ്രാന്താകാം, ചിലപ്പോൾ അവിടെ പ്രാർത്ഥനയും വിശ്വാസം പോയ കാര്യമാകാം. അങ്ങനെ മക്കളിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാര്യമാകാം. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, മക്കളുടെ മേൽ അങ്ങ് മക്കളെ നൽകിയതിന് നന്ദി പറയുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മക്കളെ കൊടുത്തുകൊണ്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. മക്കൾ കിട്ടിയതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നവര്, ദുർനടപ്പായിട്ടുള്ള മക്കളെ, വിശ്വാസം നഷ്ടപ്പെട്ട മക്കള്, പഠനം നിന്നുപോയ മക്കള്, പലതരത്തില് അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് തകർന്നു പോയ, വഴി പെശകിപ്പോയ എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവിന്റെ കണ്ണ് ചൊരിയട്ടെ. പരിശുദ്ധമാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ,
90-ാമത്തെ സാറായിക്ക് സന്താന ലബ്ധി കൊടുത്ത ദൈവമേ, കർത്താവായ ദൈവമേ, വന്ധ്യായ എലിസബത്തിന് സന്താന കൃപ കൊടുത്ത ദൈവമേ, സന്താന രഹിതരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് സാമ്പത്തികമായ കടങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വരുമാനമാർഗം നഷ്ടപ്പെട്ടവരെ, ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക വിഷമതകളാല് ഞെരുങ്ങുന്നവരെ അങ്ങേറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, കടങ്ങള്, സാമ്പത്തിക നടപടി കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, വരുമാന മാർഗം കുറഞ്ഞു പോയവരെ, ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ കാര്യങ്ങൾ നിറവേറ്റാൻ സാമ്പത്തികമില്ലാതെ കുഴങ്ങുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക ഞെരുക്കമുള്ളവരെ, കർത്താവേ, ബ്ലേഡിലെടുത്ത് തിരിച്ചുവിടാൻ പറ്റാത്തവരെ, ലോണിന് അപേക്ഷിച്ച് കൊടുക്കാൻ പറ്റാത്തവരെ, കർത്താവേ, മക്കളെ പഠിപ്പിക്കാൻ പോലും പണമില്ലാത്തവരെ, ഞെരുങ്ങുന്നവരെ, അധിക വരുമാന മാർഗം കൊടുത്ത് അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് വൈവാഹിക തടസ്സങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, തിക്കുമുട്ടലുകൾ, സങ്കീർണമായ എല്ലാ ദുരിതങ്ങളും എല്ലാം മാതാവ് മധ്യസ്ഥ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന സമയമാണ്. ആള് കളിക്കാനോ അഹങ്കരിക്കാനോ അല്ല, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും നിനക്ക് തന്നുള്ള കഴിവുകളെ നീ വളർത്തണം. പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കണം, ഉയർന്നു പോകാൻ കഴിവുള്ളവരൊക്കെ ഉയർന്നു പോകണം. അതുകൊണ്ട് തന്നെ ദൈവതിരുസന്നിധിയിൽ എല്ലാം ചേർത്ത് നൽകുമെന്ന് ഈശോ പറഞ്ഞു അല്ലേ? എല്ലാം ചേർത്ത് നൽകും. നീ ആദ്യം ദൈവരാജ്യത്തെയും അത് നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ഉടമ്പടി ചെയ്യുന്നവർ അതാണ് ചെയ്യണത്. അവർ ദൈവരാജ്യത്തിനും ദൈവിക ഭരണം ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ വചനം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളെ അവർ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഭരണം അവരുടെ ജീവിതത്തിൽ പ്രഘോഷിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാകുകയാണവരെ, ദൈവരാജ്യത്തിലാകുകയാണവരെ. ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നു, ബാക്കിയുള്ളത് ഈ സാക്ഷ്യം പറഞ്ഞതെല്ലാം ചേർത്ത് നൽകുന്നതാണ്. നീ തീരുമാനിക്കുക. നാളെ അമ്മയുടെ അൾത്താറയിൽ ഞാനും കയറും, ദൈവത്തെ മഹത്വപ്പെടുത്തും. പറയുക, നാളെ അമ്മയുടെ അൾത്താറയിലെ ഞാനും കയറും, എനിക്ക് ദൈവം നൽകിയ എല്ലാ കാര്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തും. ഓ മഹത്വത്തിന് ദൈവമേ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജോലിയില്ലാത്ത അവസ്ഥകള്, മക്കളില്ലാത്തവര്, വൈവാഹിക തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. അങ്ങ് നൽകുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കൃപാസന മത്താരയിൽ കയറി സാക്ഷ്യപ്പെടുത്തുമാറ് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം വർഷിക്കണമേ. എൻ്റെ പേര് ഷാനി, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് മിനി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണുള്ളത്. ഞാൻ പഠിച്ചത് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു. 2020 തൊട്ട് 2023 ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 17, 2023 എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തിരുന്നു. IELTS എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. UK, കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ IELTSന് മുന്നേ
എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ 27, 2023 ഉടമ്പടി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, പോയിൻ്റ് 1 മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ UK-യും കാനഡയും ഓരോ റൂള് മാറ്റിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം കാട്ടി തന്നു. 27 ഒക്ടോബർ 2023 രാത്രി 9:30 ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 6 മണിയായി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ തലവേദന കാരണം ഞാനിവിടെ അമ്മയുടെ തൈലം എടുത്തതിൻ്റെ നെറ്റിയുടെ 2 സൈഡും തൂക്കുകയുണ്ടായി. അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്, കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരീടം വെച്ച യേശുവിനെയും ഞാൻ കാണാനിടയായി. ഹസ്ബൻഡ് അത് സ്ക്രീൻഷോട്ട് എടുത്തു. അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര കരച്ചിലും പേടിയോ എന്തൊക്കെയായിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി, ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ ഒരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ ആ മണ്ണ് എടുത്തു വെച്ചതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. കുരിശ്, മാതാവ് ഉണ്ണി യേശുവിനെ ഇങ്ങനെ എടുത്തോട്ട് നിൽക്കുന്നത്, യേശു അപ്പച്ചനെയും ഓരോ ഡേറ്റും എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയും ഞാനിങ്ങനെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, ഓരോ അടയാളങ്ങൾ കാട്ടി തരുമ്പോഴും. എന്നാലും എനിക്ക് UK-യിലെയും കാനഡയിലെയും എനിക്കൊന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചു, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ എല്ലാ അടയാളങ്ങളും എനിക്ക് തന്നു, എന്നിട്ട് എന്താ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. നിൻ്റെ നെറ്റിയിലെ കുരിശ് എവിടെയെന്നും ചോദിച്ചു. പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒത്തിരി എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് 1 ഡിസംബർ 2023 അന്ന് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കൈ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി. അതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഞാനത് പറയും, റിലേറ്റീവ്സൊക്കെ പറയാനും മറകാന്ന്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്നെ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കരയും. എനിക്കതങ്ങനെ ഇഷ്ടം ഉണ്ടായില്ല. ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല. ഞാൻ ഓർത്തഡോക്സിയുടെ വകയിൽ അംഗമാണ്. കെട്ടിച്ചേക്കണത് യാക്കോബായയിലാണ്. കൊന്ത ചൊല്ലാൻ എനിക്കറിയില്ല. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം. അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ തിരുരക്ത ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുരക്ത ജപമാല ആദ്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് കണ്ടു. ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി. അപ്പോഴും എൻ്റെ കയ്യിലൊരു കട്ട പോലെയാണ് വന്നത്. അത് ഞാൻ ഫോണിലെല്ലാം ഫോട്ടോ എടുത്തു. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഇടയിൽ IELTS എക്സാമിന് മുന്നേ ഞാൻ ജോസഫച്ചനെ കാണാൻ പ്രയറിന് വേണ്ടിയിട്ട് വന്നു. ജോസഫച്ചനെ ഒന്ന് ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. അങ്ങനെ ഞാൻ ജോസഫച്ചനെ കൊണ്ട് കാണിക്കാൻ നേരം IELTS പ്രയറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചു കൊണ്ടേ ഇപ്പോഴും ഇരിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയോ ഇടിക്കുകയൊന്നുമില്ല. ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുമ്പസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഡിസംബർ മാസം 11, 2024 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു.
അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു. ജനുവരി മാസം 29, 2025 ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അവരായിരുന്നു. അവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. എന്തോ എന്നെക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവരും. അവർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൃപാസന അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ തൈലം, ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം കുവൈറ്റിൽ വിസ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ് അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് എനിക്ക് ദൂരെ കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം 12 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട്. ചിലർ റിജക്റ്റ് ചെയ്യും, എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ನನ್ನ ಹೆಸರು ಫ್ಲಾವಿಯಾ ಕ್ರಾಸ್ತ. ನಾನು ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೇನೆ. ನಾನು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದು 3/10/2023 ನಾನು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದಿದ್ದೆ. ಅದರಲ್ಲಿ ನಾನು 6 ನಿಯೋಗಗಳನ್ನು ಬರೆದಿದ್ದೆ. ಅದರಲ್ಲಿ ನನಗೆ 5 ನಿಯೋಗಗಳು ಸಾಧಿಸಿದೆ. ಅದರಲ್ಲಿ ಮೊದಲನೆಯದ್ದು ನನ್ನ ಮಗಳ ಮೂಗಿನಲ್ಲಿ ಮಾಂಸ ಬೆಳೆಯುತ್ತಾ ಇತ್ತು. ಅದು ಫುಲ್ ಟೈಮು ಅವಳಿಗೆ ಶೀತ, ಕೆಮ್ಮು, ಜ್ವರ, ಎಷ್ಟು ಮದ್ದು ತಗೊಂಡರೂ ಅದು ಕಡಿಮೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಲಾಸ್ಟು ನಾವು ಮಂಗಳೂರುವರೆ ತೋರಿಸಿದೆವು. ಅದು ಅವರು ಹೇಳಿದರು ಆಪರೇಷನ್ ಮಾಡಬೇಕು, ಆಪರೇಷನ್ ಇಲ್ಲದೆ ಕಡಿಮೆ ಆಗುವ ಸಾಧ್ಯತೆ ಇಲ್ಲ. ನಾನು ಅವಳಿಗೆ ಡೈಲಿ ಜಾಸ್ತಿಯಾಗಿ ಹೋಮಿಯೋ ಮದ್ದು ಕೊಡ್ತಾಯಿದ್ದೆ. ಯಾಕೆಂದರೆ ಇಂಗ್ಲೀಷ್ ಮದ್ದು ಅವಳಿಗೆ ಕುಡಿಯಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ, ಬಾಯಿ ಹುಣ್ಣು ಆಗ್ತಾಯಿತ್ತು. ಅದರಲ್ಲಿ ನಾನು ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕಳೆದ ಜುಲೈಯಲ್ಲಿ ನಾನು ಅವಳ ಈ ಕಾರ್ಯವನ್ನು ಇಟ್ಟಿದ್ದೆ. ಅದರಲ್ಲಿ ಅವಳ ಮೂಗಿಗೆ ನಾನು ತೈಲವನ್ನು ಮೂಗಿಗೆ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ, ಮತ್ತು ಕುತ್ತಿಗೆಗೂ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ. ಅದರಿಂದ ಅವಳಿಗೆ ಜುಲೈಯಿಂದ ಈ ಜುಲೈ ತನಕ ನಾನು ಮದ್ದು ತಗೊಳ್ಳಿಲ್ಲ, ಒಂದು ಹಾಸ್ಪಿಟಲ್ವರೆಗೆ ನಾನು ಹೋಗಲಿಲ್ಲ. ಇದು ಈ ನೇರ್ಚ ವಸ್ತುವನ್ನು ಉಪ್ಪು, ಜೇನು ಮತ್ತು ತೈಲವನ್ನು ಕೊಟ್ಟು ಅವಳಿಗೆ ಸಂಪೂರ್ಣ ಸೌಖ್ಯ ಸಿಕ್ಕಿದೆ. ಎರಡನೆಯದ್ದು, ನನ್ನ ಮಗಳಿಗೆ ಕಳೆದ ಸಲ SLCಯಲ್ಲಿದ್ದವಳು, ಅವಳಿಗೆ ಮಾರ್ಕ್ ಕಡಿಮೆ ಆಗ್ತಾಯಿತ್ತು. ಆದ್ದರಿಂದ ನಾನು ಕಳೆದ ಸಲ ಅವಳ ಹಾಲ್ ಟಿಕೆಟನ್ನು ತಗೊಂಡು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೆ. ಇಲ್ಲಿ ಫಾದರನ್ನು ಕಂಡು ಬ್ಲೆಸ್ಸಿಂಗ್ ತಗೊಂಡೆ. ನಂತರ ಮೇ 6ಕ್ಕೆ ಅವಳ ರಿಸಲ್ಟ್ ಬಂತು. ಅದರಲ್ಲಿ ಅವಳಿಗೆ ಒಂದು ಗ್ರೇಸ್ ಮಾರ್ಕು ಸಹ ಸೇರಿಸದೆ ಫುಲ್ A+ ಅವಳಿಗೆ ಸಿಕ್ಕಿದೆ. ಮೂರನೆಯದು, ನನಗೆ 300ಕ್ಕಿಂತ ಜಾಸ್ತಿ ಕೊಲೆಸ್ಟ್ರಾಲ್ ಇತ್ತು. ನನಗೆ ಯಾವತ್ತೂ ಎದೆ ನೋವು ಬರ್ತಾಯಿತ್ತು.
ಎಣ್ಣೆಯದ್ದು ಯಾವ ಫಲಹಾರನೂ ತಿನ್ನಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇರಲಿಲ್ಲ. ಮತ್ತು ಶ್ವಾಸ ಬಿಡಲು ಸಾಧ್ಯವಾಗ್ತಾ ಇರಲಿಲ್ಲ. ಯಾವಾಗಲೂ ನನಗೆ ಆಯಾಸವಾಗ್ತಾ ಇತ್ತು. ನಾನು ಈ ನೈರ್ಚ್ಯ ವಸ್ತುವನ್ನು, ತೈಲವು, ಉಪ್ಪು, ಜೇನು, ಅದು ನಾವು ಹೇಗೆ ಮದ್ದನ್ನು ತೆಗೊಳ್ಳುತ್ತೇವೋ ಅದೇ ರೀತಿಯನ್ನು ಇದನ್ನು ತಗೊಂಡು ಸಂಪೂರ್ಣ ನನಗೆ ಸೌಖ್ಯವಾಗಿದೆ. 4ನೇಯದ್ದು, ನನ್ನ ಗಂಡನಿಗೆ ಕೆಲಸ ಕಡಿಮೆ ಇತ್ತು. ಅವರು ಕಾರ್ಪೆಂಟ್ರ್ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದರು. ಅವರಿಗೆ ಒಂದು 6 ತಿಂಗಳು ಕೆಲಸವೇ ಇರಲಿಲ್ಲ. ಮನೆಯಲ್ಲೇ ಇರ್ತಾಯಿದ್ದರು. ಅವರು ಫರ್ನಿಚರ್ ಮಾಡ್ತಾಯಿದ್ದರು. ಅವರಿಗೆ ಈ ಉಪ್ಪನ್ನು ನಾನು ಕೊಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ಅವರ ಅಂಗಡಿಯಲ್ಲಿ ಅವರಿಗೆ ಈ ನೈರ್ಚ್ಯ ವಸ್ತು ಉಪ್ಪನ್ನು ಹಾಕಲಿಕ್ಕೆ ನಾನು ಕೊಟ್ಟಿದ್ದೆ. ಅದರ ನಂತರ ಈಗ 2 ವರ್ಷವಾಯಿತು. 2024 2025 ಅವರಿಗೆ ಫುಲ್ಲು ಕೆಲಸ ಇರುತ್ತದೆ. 5ನೇಯದ್ದು, ನನ್ನ ಗಂಡನಿಗೆ ಕೈ ನೋವು ಬಂತು. ಕೈ ನೋವೆಂದರೆ ಕೈ ಇಡುವಾಗ ಎಲ್ಲೂ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಹೊತ್ತು ಇಟ್ಟಾಗುವಾಗ ಫುಲ್ಲು ಒಂಥರ ಇದು ಇರುವೆ ಬಂದ ಹಾಗೆ ಆಗ್ತಾಯಿತ್ತು. ಅದು ಮತ್ತೆ ತೆಗಿಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಅದು 3 ತಿಂಗಳಿಂದ ಹಾಗೆ ಇತ್ತು. ನಾನು ಒಡಂಬಡಿಕೆ ತೆಗೊಳ್ಳುವ ಮೊದಲೇ ಅದು ಸ್ಟಾರ್ಟ್ ಆಯಿತು. ಅದರಿಂದ ನಾನು ಆ ನಿಯೋಗವನ್ನು ಅದರಲ್ಲಿ ಇಟ್ಟಿದ್ದೆ. ಅದು ಇಟ್ಟ ನಂತರ ನಾನು ಅವರಿಗೆ ಡೈಲಿ ಆ ನೈರ್ಚ್ಯ ವಸ್ತುವನ್ನು ಮತ್ತು ತೈಲವನ್ನು ಕೈಗೆ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ. ಮತ್ತು ಉಪ್ಪು ಮತ್ತು ಜೇನನ್ನು ನೀರಲ್ಲಿ ಹಾಕಿ ನಾವು ಮದ್ದು ಹೇಗೆ ಕುಡಿಯುತ್ತೇವೋ ಅದೇ ರೀತಿಯಲ್ಲಿ ಅದನ್ನು ಅವರಿಗೆ 3 ತಿಂಗಳು ತನಕ ಕೊಟ್ಟು ಈಗ ಸಂಪೂರ್ಣ ಸೌಖ್ಯವಾಗಿದೆ. ಯಾವ ತೊಂದರೆಯೂ ಅವರಿಗೆ ಈಗ ಕೈಗೆ ಇಲ್ಲ. ಮತ್ತು ನಾನು ಮಾಡಿದ ಪ್ರೇಷಿತ ಪ್ರವರ್ತನೆ ಅಂದರೆ ರೋಗಿಗಳನ್ನು ನಾನು ಭೇಟಿ ಮಾಡ್ತಾ ಇದ್ದೆ, ಅವರನ್ನು ನಾನು ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ಇಲ್ಲಿಂದ ತೆಗೊಂಡು ಹೋದ ಪತ್ರವನ್ನು 3 ಥರದ ಪತ್ರವನ್ನು ತೆಗೊಳ್ತಾ ಹೋಗ್ತಾ ಇದ್ದೆ. ಮಲಯಾಳಂ, ಕನ್ನಡ, ಕೊಂಕಣಿ. ಇದು ಯಾರಿಗೆಲ್ಲ ಕೊಡಲಿಕ್ಕೆ ಆಗುತ್ತದೋ ಕನ್ನಡದವರಿಗೆ ಕನ್ನಡ, ಕೊಂಕಣಿಯವರಿಗೆ ಕೊಂಕಣಿ, ಮಲಯಾಳದವರಿಗೆ ಮಲಯಾಳಂ, ಈ 3 ಥರದ ಪತ್ರವನ್ನು ತಗೊಂಡು ಹೋಗಿ ನಾನು ಅವರಿಗೆ ಕೊಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ಕಾರುಣ್ಯ ಪ್ರವೃತ್ತಿ ಅಂದರೆ ನಾವು ಹಾಸ್ಪಿಟಲಲ್ಲಿ ಅನ್ನವನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಅಂದರೆ ನಾವು ಕೃಪಾಸನ ಅಂತ ಹೇಳಿ ನಮ್ಮ ಊರಲ್ಲಿ ಒಂದು ಗ್ರೂಪ್ ಮಾಡಿದ್ದೇವೆ. ಅದರಲ್ಲಿ ನಾವು ಒಂದು 30 ಜನ ಇದ್ದೇವೆ. ಅದು ತಿಂಗಳಿಗೆ 2 ಸಲ ಆಗಿ ನಾವು ಅನ್ನವನ್ನು ಗೌರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟಲಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಮತ್ತು ನಾನು ಸ್ಟಿಚ್ಚಿಂಗ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಸ್ಟಿಚ್ಚಿಂಗಲ್ಲಿ ಪಾಪದವರು ಯಾರಾದರೂ ಇದ್ದರೆ ನಾನು ಫ್ರೀಯಾಗಿ ಅವರಿಗೆ ಬಟ್ಟೆಯನ್ನು ಸ್ಟಿಚ್ಚಿಂಗ್ ಮಾಡಿ ಕೊಡ್ತಾ ಇರ್ತೇನೆ. ಮತ್ತು ಮನೆಯಲ್ಲಿ ಯಾರಾದರೂ ಪಾಪದವರು ಹೀಗೆ ಬೇಡಿಕೊಂಡವರು ಬರುವಾಗ ಅವರಿಗೆ ವಸ್ತ್ರವನ್ನು, ಹಣವನ್ನು ಕೊಡ್ತೇನೆ. ಮತ್ತು ಮನೆಯಲ್ಲಿ ಪಾಪದವರು ಹೀಗೆ ಅಲ್ಲದಿದ್ದರೆ ಬೇರೆ ಯಾರಾದರೂ ನಮ್ಮ ಮನೆ ಬಾಗಿಲಿಗೆ ಬಂದು ತುಂಬ ಸಲ ನಮ್ಮ ಹತ್ರ ತೆಂಗಿನಕಾಯಿ ಉಂಟಾ ಅಂತ ಕೇಳೋದುಂಟು. ಆಗ ನಾವು ಅವರಿಗೆ ಬೇಕಾದಾಗೆ ನಾವು ಯಾವ ಇದು ಕೂಡದೆ ನಾವು ಅವರಿಗೆ ತೆಂಗಿನಕಾಯಿ ಕೊಡುತ್ತೇವೆ. ಇಷ್ಟು ನನಗೆ ಒಳ್ಳೆತನ ಮಾಡಿದ ನನ್ನ ಕೃಪಾಸನ ತಾಯಿಗೂ ಯೇಸು ಸ್ವಾಮಿಗೂ ಕೋಟಿ ಕೋಟಿ ನಮನಗಳು. ಯೇಸುವೇ ಸ್ತೋತ್ರ, ಯೇಸುವೇ ವಂದನೆ.